ഹായ്, നമ്മൾ +2 കഴിഞ്ഞാൽ TTCയോ DLEDോ ഇങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്തിട്ട് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ 2027-28 ഇതോടുകൂടി ഈ സംവിധാനങ്ങളൊക്കെ ഇല്ലാതാവും. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? BEd എടുക്കാനാണ്, 2 വർഷത്തെ BEd എടുത്ത് ഒരു ടീച്ചർ ആവാനാണ് ശ്രമിക്കുക. എന്നാൽ ഇതിനൊക്കെ പകരമായിട്ട് പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ സംവിധാനങ്ങൾ ഇല്ലാതാവുമ്പോൾ നമ്മൾ പുതിയൊരു കോഴ്സിലേക്ക് മാറുന്നതാണ്. അതായത് ITP, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് നമ്മളിപ്പോൾ ഒരു ടീച്ചർ ക്വാളിഫിക്കേഷന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മൾ എന്താണ് ITP പ്രോഗ്രാം? അത് ലഭിക്കാൻ നമ്മൾ ഏത് എക്സാമാണ് എഴുതേണ്ടത്, എവിടെയാണ് ഇതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2023 ഈ ഒരു സംവിധാനം ആരംഭിച്ചെങ്കിലും ആളുകളിലേക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് 2024. ഇപ്പോൾ 2025 ആയപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് NIT കാലിക്കറ്റ്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ്, പുതുതായിട്ട് ഗുരുവായൂരുള്ള സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സെൻറ്റർ, അവിടെ ആയിരുന്നു ഇത് കൊടുത്തിട്ടുള്ളത്. ഈ വർഷം 2025 കേരളത്തിലെ ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ITP പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ITP പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യുന്നത് 4 വർഷത്തെ ഡിഗ്രിയോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? BEd കൂടി നമുക്ക് ലഭിക്കുന്നു. 4 വർഷത്തെ ഡിഗ്രിയോടൊപ്പം BEd കൂടി ലഭിക്കുന്നു. സാധാരണ ഒരു ഡിഗ്രി ചെയ്യുന്ന കാലയളവിൽ തന്നെ BEd കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ എന്തൊരു സുഖമാണ്! നമ്മൾ 3 വർഷത്തെ ഡിഗ്രി ആയിരുന്നു, 2 വർഷം BEd ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഡിഗ്രി എന്ന് 4 വർഷമായി മാറി. അത് കഴിഞ്ഞ് 2 വർഷം BEd ചെയ്യുന്നതിന് പകരം എല്ലാം ഒരു 4 വർഷം കൊണ്ട് ചെയ്യാനുള്ള അവസരം. അപ്പോൾ ഈ ITP ലഭിക്കണമെങ്കിൽ നമ്മൾ NCET എന്നൊരു എക്സാം എഴുതണം. ദേശീയ തലത്തിൽ നടക്കുന്ന ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 സെക്ഷനുകളാണ് ഇതിലുണ്ടാകുക. 4 സെക്ഷൻ. നമ്മൾ CUT എക്സാം പോലെ തന്നെ അതിനോട് സാമ്യതയുള്ള ഒരു എക്സാമാണ്. പക്ഷെ ചില സബ്ജക്റ്റുകളൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം 2 ലാംഗ്വേജുകളാണ്, ആദ്യത്തെ സെക്ഷനിൽ 2 ലാംഗ്വേജുകളാണ് എഴുതേണ്ടത്. നമുക്ക് 23 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ലാംഗ്വേജുകളിൽ. 23 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അതായത് ഒരു ലാംഗ്വേജിന് 20 ക്വസ്റ്റ്യൻസ്, അടുത്ത ലാംഗ്വേജിന് 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ NT, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് ഈ എക്സാം നടത്തുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒന്നെങ്കിൽ BA എടുക്കും, അതല്ലെങ്കിൽ BSc, അതല്ലെങ്കിൽ BCom. ഈ 3 സ്ട്രീമിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ITEP ഉണ്ട്. അതായത് BA BEd, BSc BEd, BCom BEd. അപ്പോൾ നമ്മൾ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡിഗ്രിയാണ്, അതുപോലെ ഏത് BEd ആണ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കണം. അതായത് BSc BEd ആണോ, BCom BEd ആണോ, BA BEd ആണോ? ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ ഉദാഹരണം എടുക്കാം, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് BA BEd ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അത് മാത്രം എടുത്ത് എക്സാമിന് നമ്മൾ ചിലപ്പോൾ സയൻസ് സ്ട്രീമിൽ പഠിച്ചവരായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളുണ്ട്. അതിൽ നിന്ന് ഒരു 3 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കുന്നു. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അവിടെ നമ്മൾ പോകുന്ന സമയത്ത് BA BEd പഠിക്കണമെങ്കിൽ, ഇംഗ്ലീഷാണ് എടുക്കണമെങ്കിൽ ഇംഗ്ലീഷ് എഴുതണം എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? അവിടെ അഡ്മിഷൻ ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് BEd ആണ്, BA BEd ആണോ, BCom BEd ആണോ, BSc BEd ആണോ എടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന് പറ്റിയ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? NCET എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എഴുതാം. പക്ഷേ ഇതനുസരിച്ചായിരിക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാം. 3ാമത്തെ സെക്ഷനിൽ വരുന്നത് ജനറൽ ടെസ്റ്റ്.
ജനറൽ ടെസ്റ്റ്, നമുക്ക് CUTക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇല്ലേ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ എബിലിറ്റി, GK, കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അതിലുണ്ടാവുക. അതായത് അതിൽ നമുക്ക് ഏകദേശം ഒരു 28ഓളം ക്വസ്റ്റ്യൻസ് തരും. നമ്മൾ 25 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഇതിൽ CUT എക്സാമിന് ഇല്ലാത്ത മറ്റൊരു സബ്ജക്റ്റാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതേണ്ട ഒരു ഭാഗമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിൽ നമുക്ക് 23 ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അപ്പം നിങ്ങളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സ്കില്ല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം ഈ 4 സെക്ഷൻസുകളും നമ്മൾ NCET എക്സാമിന് എഴുതേണ്ടതാണ്. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ NTA എന്ത് ചെയ്യും? എക്സാമിന് ശേഷം റാങ്ക് കാർഡ് പുറത്തു വിടും. ഇതനുസരിച്ച് നമ്മൾ ഈ റാങ്ക് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ BA B.Edും BCom B.Edും BSc B.Edും ഇത് 3 കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ BSc B.Ed മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി NERF റാങ്കിങ്ങിലൊക്കെ മികച്ച റാങ്ക് നേടിയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ NIT, IIT അവിടെയും ഈ കോഴ്സ് ലഭിക്കും. നമ്മൾ സാധാരണ എൻജിനീയറിംഗ് ഒക്കെ എഴുതിയിട്ട് NITയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ എൻജിനീയറിംഗ് താല്പര്യമില്ലാത്തവർക്കും NITയിലും IITയിലൊക്കെ പോകാനുള്ള ഒരവസരം ITEPലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ IITയിലും NITയിലും വരെ എത്താവുന്ന ഈ കോഴ്സ് നമ്മൾ ചില്ലറക്കാരൊന്നായിരിക്കില്ല എഴുതുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ അടുത്ത വർഷത്തേക്ക് എഴുതുന്ന സമയത്ത് അടുത്ത വർഷം ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കാൻ നിന്നാൽ നമുക്ക് സമയമുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പറയുന്നത്, ഈ വർഷം ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഇതിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അടുത്ത വർഷം എക്സാം എഴുതുന്നവരാണെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഇതിനെക്കുറിച്ച് NTA വെബ്സൈറ്റിൽ പോവുക, NCETയുടെ വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അപ്രത്യക്ഷമാവും. അതിനു മുമ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇത് വിശദമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നല്ലൊരു പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എജുബ്ലിസിൻ്റെ കൂടെ തന്നെ ചേരാം. ഇവിടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം NCET എക്സാമിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ NIT ആണോ IIT ആണോ അതല്ലെങ്കിൽ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണോ ഉദ്ദേശിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് NCET എക്സാം എഴുതിയിട്ട് ITEPന് ജോയിൻ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും വിജയാശംസകൾ നേരുന്നു.